41ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിനൊരുങ്ങി ചേർത്തല ചെമ്മനാട് ദേവീക്ഷേത്രം. ഡിസംബർ 22 മുതൽ ജനുവരി 2 വരെയുള്ള 12 ദിനങ്ങളിലായാണ് ശ്രീമദ് ഭാഗവത മഹാസത്രം നടക്കുന്നത്. നമസ്കാരം. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകും വഴി ചേർത്തല നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ ദൂരത്തിൽ നാഷണൽ ഹൈവേയുടെ അരികിലായി ചെമ്മനാടുള്ള 300 വർഷത്തിലധികം പാരമ്പര്യമുള്ള പഴക്കമുള്ള ദേവീക്ഷേത്ര സന്നിധിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശക്തിസ്വരൂപിണിയായ ചെമ്മനാട്ടമ്മയുടെ തിരുസന്നിധിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി വരുന്ന 12 ദിവസങ്ങൾ നാനാദേശത്തു നിന്നും ഭക്തജനങ്ങൾ അമ്മയുടെ തിരുസവിധത്തിലേക്ക് ഒഴുകിയെത്തുന്നു. 12 ദിവസങ്ങളിലായി നടക്കുന്ന അഖില ഭാരത മഹാഭാഗവത സത്രത്തിനായി എത്തിച്ചേരുന്നത് മത പണ്ഡിതന്മാർ, യാഗ ആചാര്യന്മാർ, സന്യാസി ശ്രേഷ്ഠർ തുടങ്ങി മലയാള ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കൂടിയാണ്. ഈ പ്രദേശമാകെ ഒരു ഉത്സവ ലഹരിയിലേക്ക് അമരുകയാണ്. 300 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ് ചെമ്മനാട് ദേവീക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ ചെമ്മനാട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആരാധനാലയം സവിശേഷ പൂജകളാൽ പ്രസിദ്ധമാണ്. ചെമ്മനാട് ദേശത്തിന്റെ പുണ്യമായി ഭക്തർക്ക് ശക്തിയും ആശ്രയവുമായി ചെമ്മനാട്ടമ്മ കുടികൊള്ളുന്നു. എറണാകുളം നഗരത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകും വഴി വൈറ്റ് ലൈനിൽ നിന്നും 15 കിലോമീറ്ററാണ് ഈ ആരാധനാലയത്തിലേക്കുള്ള ദൂരം. അറുനാഴി വഴിപാടാണ് ഇവിടെയുള്ള പ്രത്യേക വഴിപാട്. അഭീഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടി അമ്മ ഭക്തരെ കനിഞ്ഞനുഗ്രഹിക്കുന്ന അറുനാഴി വഴിപാട് നടത്തുവാൻ വേണ്ടി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവം, ക്ഷേത്ര ഉത്സവം, ഇപ്പോൾ നടക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ വിശദീകരിക്കാം. ചെമ്മനാട് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പുരാതനമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ്. ഈ ചെമ്മനാട് കരയിലുള്ള നാനാജാതി മതസ്ഥരുടെ ഒരു വിശ്വാസ കേന്ദ്രമാണ് ചെമ്മനാട് ഭഗവതി ക്ഷേത്രം. ചെമ്മനാട് ദേവസ്വമാണ് ചെമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തുന്നത്. ചെമ്മനാട് ദേവസ്വം 8 വീട്ടിൽ കർത്ത എന്ന കുടുംബത്തിൻ്റെ ഒരു ഉടമസ്ഥതയിലുള്ള ദേവസ്വമാണ്. ചെമ്മനാട് ദേവസ്വത്തിന് മറ്റു 2 ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. എരമല്ലൂർ കണ്ണുകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം, ചെമ്മനാട് പുതിയ കോവിൽ ശാസ്താക്ഷേത്രം. ചെമ്മനാട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ രാജവംശവുമായിട്ടും കൊടുങ്ങല്ലൂർ രാജാക്കന്മാരുടെ പാരമ്പര്യവുമായിട്ടും ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അംശമായിട്ട് തന്നെയാണ് ചെമ്മനാട് ഭഗവതിയെ നാട്ടുകാരും വീട്ടുകാരും പൂജിച്ച് ആരാധിച്ചു വരുന്നത്. ക്ഷേത്ര ആചാര ചടങ്ങുകൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ആരാധനാലയത്തിൽ 41ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിന് തിരിതെളിയുകയാണ്. ഡിസംബർ 22 ഞായറാഴ്ച ദിനത്തിൽ ആരംഭിച്ച് ജനുവരി 2 വ്യാഴാഴ്ച അവസാനിക്കുന്ന 12 പുണ്യദിനങ്ങളിലായി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള അതിപ്രശസ്തരായ ഭാഗവത ആചാര്യന്മാരും സന്യാസി ശ്രേഷ്ഠരും മഹാപണ്ഡിതന്മാരും അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരും. മഹാഭാരത തത്വങ്ങൾ ഗൗരവമായി മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനുമുള്ള സജ്ജന സമ്മേളനമാണ് ഭാഗവത മഹാസത്രം. അതിവിശിഷ്ട വ്യക്തികൾ ഈ ആധ്യാത്മിക സംരംഭത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഭാഗവത സത്രം ചെമ്മനാടിൻ്റെ മണ്ണിൽ നടക്കുമ്പോൾ ഈ നാട്ടിലാകെ ഒരു ഉത്സവ പ്രതീതിയാണ് അനുഭവപ്പെടുന്നത്. ധാരാളം ഭക്തജനങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ്
ഈ സത്രം ഇവിടെ ഗംഭീരമായി നടക്കുവാനായി ഞങ്ങളെ സജ്ജരാക്കുന്നത്. സത്രത്തിൽ വന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും അന്നദാനവും വിദൂര ഇടങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നവർക്കായി താമസ സൗകര്യവും ഉൾപ്പെടെ വിപുലമായ സജ്ജീകരണങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 100-ൽ പരം ആചാര്യന്മാരും സന്യാസി ശ്രേഷ്ഠരും ഭാഗവത പണ്ഡിതന്മാരും 12 ദിനങ്ങളിലായി ഒരേ വേദിയിൽ ഭാഗവത പ്രഭാഷണങ്ങളും മറ്റ് ഇതിഹാസ പുരാണങ്ങളിലെ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും നടത്തുന്നു. കൂടാതെ ഗണപതി ഹോമവും പൂജകളും ശ്രീമദ് ഭാഗവത മൂലപാരായണവും ശ്രീ മന്നാനാരായണീയ പാരായണവും ഭജന, നാമസങ്കീർത്തനം, സംഗീത സദസ്സുകൾ, ക്ഷേത്രകലകളുടെ ആവിഷ്കാരം, നൃത്തങ്ങൾ എന്നിവയും നടത്തപ്പെടുന്നു. ഭാഗവത മഹാസത്രം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള രഥഘോഷയാത്രകൾ പുറപ്പെട്ടു കഴിഞ്ഞു. ആദ്യമായി 18-ാം തീയതി രാവിലെ ശ്രീ ഗുരുവായൂരപ്പ സന്നിധിയിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹവുമായിട്ട് ഉള്ള രഥഘോഷയാത്രയും മള്ളിയൂരിൽ നിന്നും സത്രവേദിയിലേക്കുള്ള ഭാഗവത ഗ്രന്ഥവുമായിട്ടുള്ള രഥഘോഷയാത്രയും പുറപ്പെട്ടു കഴിഞ്ഞു. വടക്കു നിന്നും തെക്കു നിന്നും ഉള്ള ഈ ഘോഷയാത്രകൾ വിവിധ ക്ഷേത്രങ്ങളിൽ കയറിയിറങ്ങി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവിടെ നിന്നും സത്രത്തിനാവശ്യമായിട്ടുള്ള പണവും പച്ചക്കറി, പലചരക്ക്, നാളികേരം, എണ്ണ, പൂജാദ്രവ്യങ്ങൾ തുടങ്ങിയ സാധനങ്ങളുമായിട്ട് 22-ാം തീയതി സത്രം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം വൈകിട്ട് ഒരു 3 മണിയോടെ 10,000-കണക്കിന് ഭക്തരുടെ അകമ്പടിയോടുകൂടി ഈ രഥഘോഷയാത്രകൾ ചെമ്മനാട് സത്രവേദിയിൽ എത്തിച്ചേരുകയാണ്. ഭാഗവത സത്രത്തിന്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിക്കായി വിവിധങ്ങളായ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ്. സാർ, ഈ ഹിന്ദു മതം എന്നതൊരു വലിയ സംസ്കാരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യൻ്റെ കൃത്യമായ ജീവിതചര്യയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് ഹൈന്ദവ ക്ഷേത്രത്തിൽ ഉള്ളത്. അതൊരിക്കലും വർഗീയവൽക്കരിക്കപ്പെടാത്ത ഒന്നാണ്. എങ്കിലും ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളെ മാത്രം ആകർഷിക്കുന്നൊരു സമ്പ്രദായവും അതിനോടൊപ്പം ഈ പുതിയ തലമുറ ക്ഷേത്രത്തിലേക്ക് ഭക്തിപൂർവ്വം അല്ലെങ്കിൽ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുകൊള്ളാൻ വേണ്ടി വരാത്ത ഒരു കാലവുമാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ധർമ്മത്തെ കൂടുതൽ വിപുലീകരിച്ച് ഈ പുതിയ തലമുറയിലേക്ക് എത്തിക്കുവാൻ സാധിക്കാത്തത്? കൂടുതലായിട്ടും ഞാൻ ചിന്തിക്കുന്നത് അതൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് നമ്മളുടെ ഹിന്ദു കുടുംബങ്ങൾ മാറിയതിൻ്റെ ഒരു പാർശ്വഫലമായിട്ടാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമുള്ളത്. കാരണം അണുകുടുംബത്തിലെ തിരക്കുകൾ മാതാപിതാക്കളെ, കുട്ടികളെ ഒരു ജോലി തേടുവാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് വിദ്യാഭ്യാസത്തെ മാറ്റുന്ന സാഹചര്യത്തിൽ ആധ്യാത്മിക വിദ്യാഭ്യാസം യാതൊരു ജോലിയും നൽകുന്നില്ല എന്നുള്ള മൂഢമായ കാഴ്ചപ്പാടിലൂടെ ആധ്യാത്മികതയിൽ നിന്നും കുട്ടികൾ അകന്നു പോകുവാനുള്ള സാഹചര്യം മാതാപിതാക്കൾ അവരറിയാതെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്ന് നമ്മുടെ കേരളീയ സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നത്. ഭക്തജന മനസ്സുകളിൽ അറിവും ഉണർവും ചൈതന്യവും നിറയ്ക്കുന്ന അഖില ഭാരത ശ്രീ ഭാഗവത മഹാസത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം.